1841. 1820 കാണം തീരായി വാങ്ങിയിട്ടുള്ള ഒരു സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയാണ് യുദ്ധത്തിനുള്ള ചിട്ടവട്ടങ്ങൾ ഒരുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ അതിൻ്റെ മുമ്പുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് 1820 എന്ന് പറയുന്നത്. പള്ളിപ്പുറം യുദ്ധം നടന്നു. എൻ്റെ നാട് കൊളത്തൂരിലൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ആ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളുടെ അനന്തരഫലം, അതിൻ്റെ തുടർച്ച, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ഘട്ടം എന്ന് പറയാവുന്നത് തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത് എന്ന് കാണാം. ഈ കാണം തീര്, ജമ്മം തീര് എന്ന് പറഞ്ഞിട്ട് പഴയ ആൾക്കാർക്കറിയാം 2 തരം തീരുകളുണ്ട്. കാണം തീര് എന്ന് പറയുന്നത് 9 തരം കാണം തീരുകളുണ്ട്. കാണം തീര് എന്ന് പറയുന്നത് പാട്ടത്തിന് വേണ്ടി ജമ്മിയിൽ നിന്ന് എടുത്ത സ്ഥലം പിന്നീട് ജമ്മിയുടെ അവകാശം കൊടുത്തുകൊണ്ട് രജിസ്റ്ററായി വാങ്ങുന്നതിനാണ് കാണം തീര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം തന്നെയാണ്. പാട്ടത്തിനടുത്ത് തിരിച്ചു കൊടുക്കാത്തതാണെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ. സംഭവം അങ്ങനെയല്ല. പാട്ടത്തിന് 1820 എടുത്തു എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ വില്ലൻ ലോകനൊക്കെ പറയുന്നത് പാട്ടത്തിനെടുത്തിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാതിരുന്നു എന്നാണ്. അങ്ങനെയല്ല സംഭവം. 1820 പാട്ടത്തിനെടുത്തു. 1822 അല്ലെങ്കിൽ 24 അത് പിന്നെ തീരായിട്ട് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷം പരമാവധി 4 വർഷത്തിൽ താഴെ പാട്ടം നൽകിക്കൊണ്ട് പോരുകയും പിന്നീട് രജിസ്റ്ററായി വാങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. ആ സ്ഥലം ഈ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് മുട്ടിച്ചിറയിൽ നിന്ന് ചമ്മാട്ടേക്ക് പോകുന്ന റോഡിന് വലതു ഭാഗത്ത് എവിടെയോ ആണ് ആ സ്ഥലം എന്നാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഈ നാട്ടുകാരനായതോ അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ സ്ഥലം അറിയില്ല. ഒരു പള്ളിയും ഒരു വീടൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് വായനകളിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു കള ഉണ്ടായിരുന്നു. കൃഷി ഒക്കെ കഴിഞ്ഞാൽ നെല്ലൊക്കെ മെതിക്കുക, അത് വീതം വെക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കളം. അതിൻ്റെ അടുത്ത് ഒരു കിണർ, ഒരു വെള്ളത്തടാകം തുടങ്ങിയ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഈ അന്നത്തേക്കൊരു രീതി അനുസരിച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് മനുഷ്യന്മാരും കുളിക്കും, വേറൊരു ഭാഗത്ത് മൃഗങ്ങളും കുളിക്കും. അങ്ങനെയാണ്. കന്നുകളെ കഴുകും ഒരു ഭാഗത്ത് മനുഷ്യന്മാരെ കുളിക്കുകയും ചെയ്യും. അപ്പൊ ഈ കന്നുകളെ കഴുകുകയും കന്നുകാലികളെ കഴുകുകയും മനുഷ്യന്മാര് കുളിക്കുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കൊണ്ടുള്ള ഒരു മതിൽ നിർമ്മിച്ചു എന്നാണ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് വളരെ വിശ്വസ്തമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പള്ളിയുടെ ചുമരി എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. സംഭവം അങ്ങനെയല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ കുളത്തിന് 2 ഭാഗമാക്കി തിരിക്കാൻ, ഒരു ഭാഗം മൃഗങ്ങൾക്ക് കഴുകാനും അവർക്ക് വെള്ളം കൊടുക്കാനും, മറ്റൊരു ഭാഗം മനുഷ്യന്മാർക്ക് കുളിക്കാനും വേണ്ടിയിട്ട് 2 ഭാഗമാക്കിയിട്ട് അതിനെ തിരിച്ചു. ഈ തിരിച്ചതിനെതിരെ നേരത്തെ കാണം തീരായി വാങ്ങിയിട്ടുള്ള ആളുടെ മകൻ തിരുരങ്ങാടി തഹസിൽദാർക്ക് ഒരു പരാതി കൊടുത്തു. ഈ പരാതിയിൽ അന്വേഷണമില്ലാതെ നടപടിക്കൊരുങ്ങി. എന്താ വെച്ചാല് അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് ജമ്മികളുടെ ഭാഗത്താണ് മിക്കവാറും ഗവൺമെന്റ് നിൽക്കുക. കാരണം ഭൂമികളൊക്കെ അവരതാണ്. അതുകൊണ്ട് ഭരണം നിലനിർത്താൻ കഴിയണമെങ്കിൽ ജമ്മിമാരുടെ ഭാഗത്ത് നിൽക്കണം. ഏകദേശം പള്ളിപ്പുറ യുദ്ധം, കൊളത്തൂർ യുദ്ധം, ചേറൂർ യുദ്ധം ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം ഒരേ രൂപത്തിലാണ് കാണുക. ഗവൺമെന്റ് എപ്പോഴും ജമ്മികളുടെ ഭാഗത്ത് നിൽക്കും. ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറഞ്ഞത് നമ്മളത്ര ആഴത്തിൽ പഠിക്കേണ്ടതല്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. ഭൂമിയെല്ലാം ജമ്മിയുടേതാണ്. കുടിയാന്മാര് അതിൽ കൃഷിക്ക് വേണ്ടി എടുക്കും. അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളുണ്ടാവും. അവർക്കാണ് കാണക്കാരൻ എന്ന് പറയുന്നത്. കാണക്കാരൻ ഇല്ലാത്ത തീരുകൾക്കാണ് ജമ്മം തീര് എന്ന് പറയുന്നത്. കാണക്കാരൻ ഉള്ളതിനാണ് കാണം തീര് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരാളുണ്ടാവും, ജമ്മിയുടെയും കുടിയാന്റെയും ഇടയിൽ. കുടിയാൻ എന്ന് പറയുന്ന കർഷകന്മാര് കൃഷി ചെയ്യും. കൃഷി ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഒക്കെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞാല് ജമ്മിയുടെ ആളുകൾ വന്നിട്ട് മൊത്തം അളന്ന് റെഡിയാക്കിയിട്ട് ഓൽക്ക് ആവശ്യമുള്ളത് ഓലാൻ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കൊണ്ട് തരും. ശരിക്കും വേണ്ടത് എന്താ വെച്ചാല് ഓലാവകാശം കൊടുത്തുകൊണ്ട് ബാക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ സംഭവം അങ്ങനെയല്ല ഉള്ളത്. ഓൽക്ക് വേണ്ടതൊക്കെ ഓലാണ് കൊണ്ടുപോകും, ബാക്കിയുള്ളത് ഇങ്ങോട്ട് തരും. ഇതാണ് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറയുന്നത്.
ഭാരതത്തിൽ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് നിലനിന്നിരുന്ന ശരിക്കും ലിബറലിസം, നമ്മൾ പുതിയതായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ലിബറലിസം. ലിബറലിസം എന്ന വാക്ക് വ്യാപകമാകാനുണ്ടായ കാരണം ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥയാണ്. ജമ്മി കുടിയാൻ വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതല്ല, തത്തുല്യമായ വ്യവസ്ഥ ലോകത്തിന്റെ പല നാടുകളിലും നിലനിന്നിട്ടുണ്ടായിരുന്നു. ജമ്മികളിൽ നിന്ന് ഭൂമികളെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വന്ന സ്വതന്ത്രതാവാദമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറയുന്നത്. 1960കളിലാണ് ഈ ലിബറലിസം എന്ന ഈ വാദം ആദ്യമായിട്ട് വരുന്നത്. ഇത് ഫസ്റ്റ് വരുന്നത് രാജാക്കന്മാർക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നു. രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അതുകൊണ്ട് ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജാവിന്റെ അനന്തരാവകാശികൾ തന്നെ അടുത്ത രാജാവായിരിക്കണം എന്നൊരു വിശ്വാസം. രാജാധികാരം രാജാക്കന്മാരുടെ തറവാട്ടിൽ നിന്ന് എന്തായാലും വിട്ടുപോരൂല, ഇങ്ങനൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇതുപോലെ പണ്ഡിതന്മാർക്ക് പൗരോഹിത്യം നൽകുന്ന ഒരു വ്യവസ്ഥയും ഉണ്ടായിരുന്നു. പണ്ഡിതന്മാര് പുരോഹിതന്മാരാണ്. അവരുടെ അടുക്കൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുരോഹിതന്മാരെടുത്ത് എന്ന് പറഞ്ഞ് പുരോഹിതം പൊരുത്തപ്പെട്ടാൽ അതോടുകൂടെ അവസാനിച്ചു എന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരെ വന്നിട്ട് 1960 വന്നിട്ടുള്ള സമരമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ലിബറലിസം എന്ന് പറയുന്നത്. ആ ലിബറലിസം പിന്നീട് ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിൽ അറിയപ്പെട്ടു. അതിന്റെ ഭാഗമായി നമ്മളെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ലിബറലിസം എന്ന് പറയുന്നത് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥക്കെതിരെയുള്ള ലിബറൽ ചിന്താഗതികളായിരുന്നു. പിന്നീട് അതിങ്ങനെ മാറി മാറി പലതരത്തിലേക്ക് മാറി. സോഷ്യൽ ലിബറലിസം എന്ന പേരിൽ പിന്നൊരു സംഗതി വന്നു. സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞാല് സമൂഹത്തിന്റെ പൾസ് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പറയാ എന്നതാണ് സോഷ്യൽ ലിബറലിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ന് നിലവിലുള്ളത് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞൊരു സാധനമാണ്. പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാല് വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുന്നതിനാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. തൊട്ടു മുമ്പുള്ളതാണ് സോഷ്യൽ ലിബറലിസം. സോഷ്യൽ ലിബറലിസവും പൊളിറ്റിക്കൽ ലിബറലിസവും തമ്മിലുള്ള വ്യത്യാസം, സോഷ്യൽ ലിബറലിസം നാട്ടു നടപ്പിനെതിരെ പറയും. അതായത് ഉദാഹരണം എങ്ങനെ മനസ്സിലാക്കുക, ഒരു നാട്ടില് ആണ് പെണ്ണിനെയും പെണ്ണാണിനെയുമാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ആ നാട്ടിൽ പറയും ഇങ്ങനെയൊന്നല്ല വേണ്ടത്, ആണിനെയാണ് കല്യാണം കഴിക്കേണ്ടത്, പെണ്ണ് പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് പറയും. സങ്കല്പിക്കുക, ഏതെങ്കിലും ഒരു നാട്ടില് പെണ്ണ് പെണ്ണിനെയും ആണിനെയും കല്യാണം കഴിക്കണുണ്ട് എന്ന് വിചാരിച്ചോളി, അവിടെ നേരെ ഓപ്പോസിറ്റ് പറയും ഇങ്ങനെയൊന്നല്ല വേണ്ടത്, പെണ്ണ് ആണിനെ, ആണ് പെണ്ണ്. ഇതാണ് സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞത്. ഒരു നാട്ടിൽ എങ്ങനെയാണോ നടപ്പുള്ളയിച്ചാൽ അതിന്റെ എതിര് പറയാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നതാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. ഇന്ന് നിലവിലുള്ളത് പൊളിറ്റിക്കൽ ലിബറലിസം ആണ്. പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയാം. വോട്ട് കിട്ടിയില്ല എന്ന് തോന്നിയാലോ മാറ്റി പറയും. അതാണ് ഇന്ന് നിലവിലുള്ള ലിബറലിസം എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതിനൊരു തുടക്കം ഉണ്ടായിരുന്നു. ആ തുടക്കം ഭാരതത്തിലേക്ക് വരുന്നത് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥക്കെതിരെയുള്ള സ്വതന്ത്രതാവാദമായിട്ടാണ് വരുന്നത്. അത് ഏകദേശം 1810 മുതൽ ആരംഭിച്ച് പിന്നെ ഇങ്ങനെ തുടർന്നു. അതിന്റെ മൂർധന്യ ദശ ഉണ്ടായിരുന്നത് 960-കൾക്ക് ശേഷമാണ്. അതിന്റെ മുമ്പ് ഒരു ഒതുങ്ങിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അതിനെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് അവർ ജമ്മിമാരുടെ പക്ഷത്തു നിന്നു എന്നതാണ്. സാധാരണ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ജമ്മി കുടിയാൻ വ്യവസ്ഥക്കെതിരാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ ജമ്മിമാരുടെ പക്ഷത്താണ് നിന്നത്. അവർ വിചാരിച്ചത് അവർക്കതിൽ പ്രത്യേകിച്ച് കാഴ്ചപ്പാടുണ്ടായിട്ടൊന്നുമല്ല, ഓല ഭരണം നിലനിൽക്കാൻ ജമ്മികളുടെ പക്ഷത്ത് നിൽക്കലാണ് നല്ലത് എന്നവർക്ക് തോന്നിയതാണ് അവർ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ഥലവുമായി അതിലുള്ള നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അന്വേഷണങ്ങൾക്കൊന്നും നിൽക്കാതെ കുറ്റക്കാർ എന്ന് അവർ ആരോപിച്ച ആളുകൾക്കെതിരെ പ്രതികാരങ്ങൾ തീർക്കാൻ വേണ്ടി ഗവൺമെന്റ് ഭാഗത്തു നിന്നും കലക്ടറുടെ ഭാഗത്തു നിന്നും തഹസിൽദാറുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരുക്കങ്ങൾ ഉണ്ടായി. ആ ഒരുക്കങ്ങൾ പല നിലക്ക് നീങ്ങി. റമദാൻ 28-നാണ് എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ ഭൂരിഭാഗം ചരിത്രകാരന്മാരും ഷവ്വാൽ 6-നാണ് ഈ മുട്ടിച്ചിറ യുദ്ധം നടക്കുന്നത് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എല്ലാ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല. ചരിത്രമാകുമ്പോൾ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരിക്കാം.
റമദാൻ 29-നാണ് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞതനുസരിച്ച് ഷവ്വാൽ 6-നാണ് നടക്കുന്നത്. അതിനനുബന്ധമായ ചില ഒരുക്കങ്ങൾ നേരത്തെ ഉണ്ടായി. പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരുക്കം. എന്തേലൊക്കെ ചെയ്തുകാണ്ട് ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കുക. പ്രകോപനം ഉണ്ടാക്കുമ്പോൾ നമ്മളാൾക്കാർ അക്കാലത്ത് നിരായുധരാണ്. ഉണ്ടാകുക ഇപ്പം എന്താ വെച്ചാൽ ചില പിച്ചാൻ കത്തി ഉണ്ടാവും, വെറ്റില മുറുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കത്തി ഉണ്ടാവും, കൂട്ടാൻ കത്തി ഉണ്ടാവും, പരമാവധി ഉണ്ടാകും മടാളുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളാണ് നമ്മുടെ അടുത്ത് ഉണ്ടാകുക. അവരുടെ അടുത്ത് വളരെ വലിയ ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. പ്രകോപനം ഉണ്ടാക്കിയാൽ നമ്മളാണ്ട് ഇറങ്ങും. അപ്പോൾ അവർക്ക് കൊല്ലാൻ സുഖമാണ്. ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിലുള്ളത്. ഇപ്പൊ നമ്മളിങ്ങനെ ഈ കാലയളവിൽ നടന്ന എല്ലാ യുദ്ധങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ പള്ളിയേറ്റൊരു ബന്ധം ഉണ്ടായിരിക്കും. ഇപ്പൊ എൻ്റെ നാട്ടിൽ കൊളത്തൂരിൽ ശ്രോതാക്കന്മാരുണ്ട്. അതും ഇതേമാതിരി ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്നിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഷഹീദായ ആൾക്കാരാണ്. അതിനും ഒരു പള്ളി അതിൻ്റെ ഒരു അസലിൽ കാണാൻ വേണ്ടി പറ്റും. ഒരു പള്ളിക്ക് കുറ്റിയടിക്കുന്നു, കുറ്റിയടിച്ച സ്ഥലത്ത് നിന്ന് ആ കുറ്റി പറിച്ചിടുന്നു, വേറൊരു സ്ഥലത്ത് കുറ്റിയടിക്കുന്നു, അങ്ങനെ പള്ളി ഉണ്ടാകുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വരുന്നു, പള്ളിയിൽ ജുമ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി. നമ്മുടെ മലപ്പുറം ശ്രോതാക്കളുടെ താരീഖ് പരിശോധിക്കുമ്പോൾ അതിലും ഒരു പള്ളിയുമായി അതിനൊരു ബന്ധം ഉണ്ടാകാൻ പറ്റും, ബന്ധം കാണാൻ പറ്റും. ഇതിനൊരു കാരണമുണ്ട്. ലോകത്തെ എല്ലായിടത്തും മുസ്ലിങ്ങൾ വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുള്ളത് പള്ളിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് കാണാം.